ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 63ാമത്തെ പാർട്ടാണേ. ഇന്നും കൂടെ ക്ഷമിക്കട്ടെ, ഇന്നും കൂടെ ഒരു പാർട്ടേ ഉള്ളൂ. നാളെ തൊട്ട് 2 പാർട്ട് തരാവേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? സൂത്രശാലി അവൻ, കുറുക്കൻ്റെ ബുദ്ധിയാ. കള്ളത്തരങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. അവനെ നേരിട്ട് എതിർക്കാൻ നമുക്ക് കഴിയില്ല, പിന്നിൽ നിന്നേ പണിയാൻ പറ്റുള്ളൂ. അതിനുള്ള ആയുധം അവനായി തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ചന്ദ്രൻ ക്രൂരമായ ചിരിയിൽ പറഞ്ഞു. വർണ്ണ, ആർത്തി പറഞ്ഞു. അതെ, അവൾ തന്നെ. ആ ഒരു പീറപ്പെണ്ണിലാണ് അവൻ്റെ ജീവൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനത് താങ്ങാൻ കഴിയില്ല. അവനെ മെൻ്റലി തളർത്താൻ വർണ്ണ മാത്രം മതി. എന്നാൽ അവൾക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അവൾക്ക് വേണ്ടി അവൻ ജീവൻ വരെ കളയും. അതിന് മാത്രം എന്താ അവൾക്കുള്ളേ? ശരിക്കും ഭ്രാന്ത്, അല്ലാതെ എന്താ പറയാ? ചന്ദ്രശേഖർ പറഞ്ഞു. അതെ അച്ഛാ, അവന് ഭ്രാന്താ, പ്രണയം എന്ന ഭ്രാന്ത്. എന്തായാലും അവൻ ഡൽഹിക്കോ മുംബൈക്കോ ബാംഗ്ലൂർക്കോ എവിടേക്ക് വെച്ചാൽ പോയി വരട്ടെ. അവനുള്ള സമ്മാനം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ സിഗരറ്റ് ചൂണ്ടിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ റൂമിലേക്ക് പോവാച്ചാ. ഗുഡ് നൈറ്റ്. സോറി മോനെ, നിന്നെ സംശയിച്ചതിന്. അതൊന്നും സാരില്ല, എന്നാ ഞാൻ പോവാ. അത് പറഞ്ഞ് പാർത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയതും ചന്ദ്രശേഖരൻ ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നിന്റെ രംഗപ്രവേശനത്തിനുള്ള സമയമായിരിക്കുന്നു, ഉടൻ എത്തണം. നീ പറഞ്ഞ ബാക്കി ക്യാഷ് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ജോലി നന്നായി ചെയ്താൽ വേറെ പാരിതോഷികവും ലഭിക്കും. കുടിലതയോടെ ചിരിച്ച അയാൾ ഫോൺ കട്ട് ചെയ്തു. ദത്തൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റു പോവാൻ റെഡിയായി. വർണ്ണയെയും എണീപ്പിച്ച് റെഡിയാക്കി ബാഗും മറ്റും എടുത്ത് താഴേക്ക് നടന്നു. അവരെ യാത്രയാക്കാൻ താഴെ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നത് ഭദ്രയും ശീലുമായിരുന്നു. ദത്തൻ തൻ്റെയും വർണ്ണയുടെയും ബാഗ് കാറിൻ്റെ ബാക്ക് സീറ്റിലായി എടുത്തു വെച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ദത്തൻ ശ്രീയോടും രാഗിനെയും നോക്കി പറഞ്ഞു. പാർത്തി, ദത്തൻ അവനെ ഹഗ് ചെയ്തു. നമ്മുടെ ശത്രു ഓൺ ദ വേ ആണ്, ഉടൻ എത്തുമെന്നാണ് അറിഞ്ഞത്. അവൻ ഈ വീടിൻ്റെ മുറ്റത്ത് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നീ തിരിച്ചെത്തിയിരിക്കണം. പാർത്തി അവനെ കെട്ടിപ്പിടിച്ച് മറ്റാരും കേൾക്കാത്ത രീതിയിൽ പറഞ്ഞു. അവൻ വരട്ടെ, അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ കളികൾ കളിക്കുന്നതും അവനായി കാത്തിരിക്കുന്നതും. ദത്തൻ പുഞ്ചിരിയോടെ അവനെ അകന്നു മാറി. വർണ്ണയ്ക്ക് ശരിക്കും അവിടെ നിന്ന് പോകണമെന്നില്ലായിരുന്നു. ദത്തൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ യാത്ര. അവൾ കോ ഡ്രൈവ് സീറ്റ് കയറിയിരുന്നു. ഒപ്പം ദത്തൻ ഡ്രൈവിംഗ് സീറ്റിലേക്കും. എല്ലാവരെയും കൈവീശി കാണിച്ച് അവരുടെ കാർ പാലക്കെ തറവാടിൻ്റെ പടി കടന്നു പോയി. 7 മണിക്കാണ് അവർ ഇറങ്ങിയത്. 1.5-2 മണിക്കൂറിലെ യാത്ര ഉണ്ടാകും. അതുകൊണ്ട് പോകുന്ന വഴി ദത്തൻ ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ കാർ നിർത്തി. വർണ്ണ ഒന്നും മിണ്ടാതെയാണ് അത്രയും നേരം ഇരുന്നത്. അതിൽ നിന്ന് അവളുടെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് ദത്തന് മനസ്സിലായിരുന്നു. കുഞ്ഞെ, ദത്തൻ്റെ വിളിയാണ് അവളെ ആലോചനയിൽ നിന്ന് ഉണർത്തിയത്. ഇതിന് മാത്രം ആലോചിക്കാൻ എന്താ ഈ കുഞ്ഞി തലയിലുള്ളേ? അവളുടെ നെറുകയിൽ തലോടി ദത്തൻ വാത്സല്യത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, എല്ലാവരും വിട്ടു വന്നപ്പോൾ എന്തൊരു സങ്കടം പോലെ. ഒരു സങ്കടവും വേണ്ട, ഒരു 5 ദിവസക്കാരിയല്ലേ ഉള്ളൂ. എൻ്റെ കുട്ടിയുടെ നല്ലതിന് വേണ്ടി മാത്രമല്ലേ ദത്തന് എന്തു ചെയ്യുള്ളൂ? അവൾ തലയാട്ടി. എന്നാ വന്നേ, നമുക്കെന്തെങ്കിലും കഴിക്കാം. അവർ കാറിൽ നിന്ന് ഇറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. 8 മണിയായിട്ടേ ഉള്ളൂ എങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മസാല ദോശയാണ് ദത്തൻ ഓർഡർ ചെയ്തത്. ദത്തൻ്റെ കഴിച്ചു കഴിഞ്ഞ് അവൻ കൈ കഴുകി വർണ്ണയ്ക്ക് ഓപ്പോസിറ്റായി വന്നിരുന്നു. ദത്ത, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണ്ട വൃത്തിയാക്കാൻ വീട്? അവൾ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് നിൻ്റെ അമ്മായിയുടെ വീട്ടിലേക്കാ. എന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവളോട് കള്ളം പറയുന്നത് ദത്തന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് നന്നായി, അമ്മായി അമ്മ ചേച്ചിയും കാണാലോ. പക്ഷെ അബിയേട്ടനും അമ്മനോടെ ഉണ്ടാവില്ലേ? എനിക്ക് പേടിയാ. അതാലോചിച്ച് എൻ്റെ കുട്ടി പേടിക്കണ്ട. നിൻ്റെ അമ്മായിയുടെ അഭിമോൻ അവിടെ ഇല്ല, ജോലി സ്ഥലത്താണ്.
പിന്നെ ആത്മീയയുടെ അച്ഛൻ ഇപ്പോൾ ഡി അഡീഷൻ സെൻ്ററിലാണ്. ഞാൻ തന്നെ അവിടെ ആക്കിയേ. ആണോ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. ദത്താ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ അവനെ നോക്കി ചോദിച്ചു. ഒന്നല്ല, 1000 സംശയം എൻ്റെ കുട്ടിക്ക് ചോദിക്കാമല്ലോ. അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞ അത് ചോദിച്ചും കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം ദത്തൻ്റെ തലയിൽ കയറി. ചുമച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കിയതും കുറച്ച് പേർ പറഞ്ഞേ നോക്കിയിരിക്കുകയാണ്. അവൾ പറയുന്നിട്ട് അവരെല്ലാം കേട്ടുവെന്നും ദത്തനും മനസ്സിലായി. പറ ദത്ത, എന്താ അത്? കഴിച്ചു കഴിഞ്ഞില്ലേ? വേഗം പോയി കൈ കഴുകാൻ നോക്ക്. അവളുടെ ഒരു സംശയം. ദത്തൻ നെറ്റയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ചു കളഞ്ഞു. എൻ്റെ പോയി കൈ കഴുകാനല്ലേ പറഞ്ഞേ? ദത്തൻ്റെ സ്വരം ഉയർത്തതും അവൾ വാഷ്റൂമിലേക്ക് ഓടി. ഇവനിങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്തായാലും അതെന്താന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറഞ്ഞ കൈ കഴുകി ഫോൺ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. വാട്ട് ഈസ് ലവ് മേക്കിംഗ്? നിമിഷ നേരം കൊണ്ട് ആൻസർ കിട്ടി. അത് വായിച്ചതും വർണ്ണയുടെ കിളികളെല്ലാം പറന്നു പോയിരുന്നു. മേക്കിംഗ് ലവ് ഈസ് അനദർ വേ ഓഫ് സേയിങ് ഹാവിങ് സെക്സ്. ലവ് മേക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതങ്ങ് വായിച്ചാൽ മതിട്ടാ. എന്നാൽ ഞാൻ ബാക്കിയുള്ളത് പറയട്ടെ. ബാക്കി വായിക്കാനുള്ള ത്രാണി വർണ്ണയ്ക്കും ഇല്ല, എനിക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അവൾ ചുമരിലേക്ക് ചാരി നിന്നു. ഈശ്വര, ഞാനിനി എങ്ങനെ ദത്തൻ്റെ മുഖത്ത് വെക്കും? വെറുതെ അവനൊന്ന് നോക്കി പഠിപ്പിച്ച്. ഇനി ഞാൻ ചോദിച്ചത് വേറെ ആരെങ്കിലും കേട്ടിട്ടാവോ? ആലോചിക്കും തോറും വർണ്ണയ്ക്ക് സ്വയം ഒരു നാണക്കേട് തോന്നി. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി ദത്തൻ്റെ അരികിലേക്ക് നടന്നു. ദത്തൻ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ വന്നതും ദത്തൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. പോവാം, അവൾ ഫോൺ നോക്കി പറഞ്ഞ് പുറത്തേക്ക് പോയി. പിന്നാലെ ഒന്നും മിണ്ടാതെ വർണ്ണയും. കാറി കയറി വർണ്ണ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. വളരെ ശാന്തമായ റോഡ്, അധികം തിരക്കൊന്നുമില്ല. റോഡിൻ്റെ ഇരു സൈഡിലെ റബ്ബർ കാടുകളാണ്. വല്ലാത്തൊരു കുളിർത്ത തണുത്ത കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകിപ്പോയത് അവൾ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. പെട്ടെന്ന് കാറിൽ നിന്നും വർണ്ണ കണ്ണുകൾ വലിച്ചു തുറന്നു. നോക്കുമ്പോൾ തന്നെ ഒരു കള്ളച്ചിരിയോടെ നോക്കിയിരിക്കുകയാണ് ദത്തൻ. എന്താ ദത്ത കാറ് നിർത്തിയേ? നിന്റെ സംശയം തീർത്തു തരണ്ടേ? സംശയ? എന്ത് സംശയം? എനിക്കൊരു സംശയമില്ല. അങ്ങനെയല്ലല്ലോ, എൻ്റെ കുട്ടിക്ക് ചില സംശയങ്ങളുണ്ട്. ദത്തൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളുടെ വലിച്ചു തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ദത്തൻ അവൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിക്കുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങി. ദത്തൻ പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസുകൾ കയറ്റി അവളെ തനിക്ക് നേരെ തിരിച്ച് സ്റ്റിയറിങ്ങിലേക്ക് ചേർത്തിരിക്കി. ഈ ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേണ്ട, എനിക്ക് മനസ്സിലായി. ദത്തൻ്റെ വാപ്പത്തി പിടിച്ച് പറഞ്ഞു. ആണോ? അന്ന് എൻ്റെ കുട്ടിയൊന്ന് പറഞ്ഞേ, ചേട്ടൻ കേൾക്കട്ടെ. എനിക്ക് അറിയുന്നതാണോ നിനക്കും അറിയുന്നത്? നമുക്ക് നോക്കാമല്ലോ. ദത്ത, സമയം ഒരുപാടായി, നമുക്ക് പോവണ്ടേ? അമ്മായി അമ്മ ചേച്ചി നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. എന്നാൽ അതേസമയം ദത്തൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തിലൂടെ അലഞ്ഞു നടക്കുമായിരുന്നു. പെട്ടെന്നുള്ള ഒരു ഉൾപ്രേരണയിൽ ദത്തൻ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് തൻ്റെ മുഖത്തേക്ക് ചേർത്തു. ശേഷം അവളുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി നുകർന്നു. കാരണം ആദ്യം ഒന്ന് എതിർത്തെങ്കിലും പിന്നീട് പതിയെ പതിയെ അവളും അവൻ്റെ ചുംബന ലഹരിയിൽ അലിഞ്ഞില്ലാതെയായി. ശ്വാസം കിട്ടാതെയായപ്പോൾ ദത്തൻ അവളുടെ അധരങ്ങളെ സ്വതന്ത്രയാക്കി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ ഉമിനീരിനാൽ വർണ്ണയുടെ കഴുത്താകെ നനഞ്ഞു. ദത്തൻ അവളുടെ ടോപ്പിനെ തോളിൽ നിന്ന് അല്പം താഴേക്കാക്കി അവിടെ മറുകിൽ പതിയെ കടിച്ചു. അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. ഒപ്പം അവളുടെ കൈകൾ ദത്തൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. ദത്തൻ താൻ കടിച്ച ഭാഗത്ത് അമർത്തി ചുംബിച്ചു. ശേഷം അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവളെ ഇറുക്കെ പുണർന്നു. ഇരുവരും പരസ്പരം അകന്നു മാറാൻ കഴിയാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. ദേവുട്ടിയെ, അവളുടെ കാതിൽ ദത്തൻ ആർദ്രമായി വിളിച്ചു. അവൾ പതിയെ മൂളി. നമുക്ക് പോവണ്ടടാ. രാത്രിയൊക്കെ കഴിഞ്ഞു വന്ന് സ്വസ്ഥമായിട്ട് ദത്തൻ എൻ്റെ കുട്ടിയുടെ എല്ലാ സംശയവും മാറ്റിത്തരുന്നുണ്ട്.
അതും പ്രാക്ടിക്കലായിട്ട്. അപ്പം പിന്നെ ഒരിക്കലും എൻ്റെ കുട്ടികളൊന്നും മറന്നു പോവില്ല. അത് കേട്ടവൻ പറഞ്ഞ് ഞെട്ടി അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കി. പതിവ് കള്ളച്ചിരി മാത്രമാണ് അവൻ്റെ മുഖത്ത്. കാരണം അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം മടിയിൽ നിന്ന് എണീക്കാൻ നിന്നതും ദത്തൻ അതിന് സമ്മതിക്കാതെ അവൾ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഐ ലവ് യു പൊന്നു, ഐ മിസ് യു സോ മച്ച്, അവൻ മനസ്സിൽ പറഞ്ഞ് അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വച്ചു. നിനക്കെന്താ പറ്റിയതെത്താ? വർണ്ണ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. ഒന്നുമില്ലടാ, ഇനി 1 മണിക്കൂർ ഡ്രൈവ് കൂടിയുണ്ട്, എന്നാൽ നമുക്ക് പോയാലോ? ദത്തൻ അവളെ കോ ഡ്രൈവ് സീറ്റിലേക്ക് ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. തുടർന്നുള്ള യാത്രയിൽ വർണ്ണ വാത്തോരാതെ സംസാരിച്ചപ്പോൾ ദത്തൻ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. കാറിലെ പാട്ട് കേട്ട് ഒപ്പം പാടുന്ന വർണ്ണയെ കണ്ട് ദത്തൻ ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു. അല്ല ദത്ത, നമ്മുടെ ബാഹുബലി ചേട്ടൻ മഹാഭാരത യുദ്ധത്തിൽ 5 പേരുടെ കൂടെയാണോ അതോ 100 പേരുടെ കൂടെ ആയിരുന്നോ? എന്താ? ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു. മഹാഭാരത യുദ്ധത്തിലെ 2 ടീമുകൾ ഉണ്ടായിരുന്നില്ലേ, ഈ ബാഹുബലി അവരുടെ കൂടെയായിരുന്നു എന്ന്. മിക്കവാറും ആ 5 പേരുടെ കൂടെ ആയിരിക്കും അല്ലേ, അതായിരിക്കും അവർ യുദ്ധത്തിൽ ജയിച്ചത്. എടി പൊട്ടി, ഈ ബാഹുബലി വെറും ഒരു സിനിമ ക്യാരക്ടറാ, അങ്ങനെ ഒരാൾ ഈ ലോകത്തില്ല. പൊട്ടന്ന് ഇയാടാ, വലിയ IPS ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതുപോലും അറിയില്ലാലോ. ഈ ബാഹുബലി, റോക്കി ഭായ്, അരുന്ധതിയും പഴശ്ശിരാജും ഒക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നവരാ. എന്തൊക്കെ പറഞ്ഞിട്ടും വർണ്ണയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദത്തൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. 9 മണിയോടെ അവർ അമ്മായിയുടെ വീട്ടിലെത്തി. കാറിൻ്റെ ശബ്ദം കേട്ട് അമ്മായി ആമയും പുറത്തേക്ക് വന്നിരുന്നു. ചേച്ചി, അവൾ കാറിൽ നിന്ന് ഓടിയിറങ്ങി ആമയെ കെട്ടിപ്പിടിച്ചു. ഇതെന്താ യൂണിഫോം ഇട്ടിട്ട്? എനിക്ക് എക്സാമാണ്, ഞാൻ വന്നിട്ട് വേണം കോളേജിലേക്ക് പോവാന്ന് വിചാരിച്ചു. ദത്ത, അകത്തേക്ക് വാ, വർണ്ണ ദത്തനെ വിളിച്ചു. ദത്തേട്ടൻ വരും, നീ വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ആമി വർണ്ണയെ പിടിച്ചു വലിച്ചകത്തേക്ക് പോയി. 5 ദിവസം, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. തിരുവനന്തപുരം വരെ ഒരു അത്യാവശ്യത്തിന് പോകുന്നു. അവളോടൊന്നും പറഞ്ഞിട്ടില്ല. ദത്തൻ അമ്മായിയെ നോക്കി പറഞ്ഞു. മോൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, അവളിവിടെ നിന്നോളും. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ, വിശ്വസിച്ച് നിർത്താൻ വേറൊരിടമില്ല. അതാ ജിത്തും കോകിലും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ നിർത്തായിരുന്നു. ദത്തൻ ബാക്ക് സീറ്റിൽ നിന്നും വർണ്ണയുടെ ബാഗ് എടുത്ത് അമ്മായിക്ക് കൊടുത്തു. ശേഷം അമ്മായിയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി പോയി. വീട്ടിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് ദത്തൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ദത്തൻ എവിടെ അമ്മായി? തൻ്റെ ബാഗുമായി ഒറ്റയ്ക്ക് വരുന്ന അമ്മായിയെ കണ്ട് വർണ്ണ ചോദിച്ചു. അപ്പോൾ ഇന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ, നാളെ തൊട്ട് 2 പാർട്ട് തരാൻ നോക്കാം. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുതേ. ബൈ, താങ്ക് യു.